നേരെ ആറ്റിങ്ങലേക്ക് പോകുന്നു. ആറ്റിങ്ങലും ഈ പറയുന്ന പോലെയാണ് കാര്യങ്ങൾ. അവിടെ അടൂർ പ്രകാശ്, വി ജോയി, കേന്ദ്രമന്ത്രി വി മുരളീധരൻ എന്നിവർ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ അവിടെയും പ്രചരണം അങ്ങേയറ്റം, പ്രചരണ ചൂട് അങ്ങേയറ്റം കണ്ട മണ്ഡലമാണ്. അവിടെ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട അനുജ രാജേഷ് ശരിയാണ്. അനുജ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ആറ്റിങ്ങൽ നിൽക്കുമ്പോൾ നാളെ നടക്കാൻ പോകുന്ന കുട്ടിക്കലാശത്തിന്റെ ചൂടും ചൂരും അറിയാൻ കഴിയുന്നുണ്ടോ അന്തരീക്ഷ താപനിലയ്ക്കൊപ്പം? അനുജ. വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഞാൻ ആറ്റിങ്ങൽ നിൽക്കുമ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം എന്നുള്ളത് കച്ചേരി ജംഗ്ഷൻ ആണ്. ഈ കച്ചേരി ജംഗ്ഷനിലാണ് നാളെ കലാശക്കൊട്ട് നടക്കാനിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇടമാണ്. പ്രത്യേകിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഇടമാണ് കച്ചേരി ജംഗ്ഷൻ. അപ്പോൾ അവിടെ നിൽക്കുകയാണ് ഞാൻ. ഇപ്പം നിലവിലൊരു ചൂടും ചൂരും അറിയാറായിട്ടില്ല, കാരണം 7 മണി കഴിഞ്ഞതല്ലേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാവുന്ന പോലെ, നേരത്തെ ഹാഷ്മി പറഞ്ഞതുപോലെ, തിരുവനന്തപുരം പോലെ തന്നെ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം. ഇടത് കോട്ടയാണ്. പക്ഷേ ആ കോട്ട കഴിഞ്ഞ തവണ കൈവിട്ടു പോയി എന്നുള്ളത് LDFനെ സംബന്ധിച്ച് വലിയ നാണക്കേടായി മാറി. ഇക്കുറി അത് തിരിച്ചു പിടിക്കും എന്നുള്ള ഒരൊറ്റ ഉറപ്പിന്മേൽ അവർ മുന്നോട്ട് പോവുകയാണ്. വി ജോയ് എന്ന കരുത്തനായ സ്ഥാനാർത്ഥി ജനകീയനാണ്. അദ്ദേഹം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ തന്നെ രംഗത്തിറക്കുമ്പോൾ പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസമാണ്. പലപ്പോഴും കരുത്തന്മാരെയൊക്കെ അടി പതറിപ്പോയിട്ടുള്ള മണ്ഡലമാണ് അത്. പഴയ ചരിത്രം പരിശോധിച്ചാൽ ആർ ശങ്കർ മുതലുള്ളവർ അടിപതറിയ ചരിത്രം നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇക്കുറി അതാകില്ല എന്നുള്ളതാണ്. സമ്പത്ത് കഴിഞ്ഞ തവണ അദ്ദേഹം തോൽക്കുമ്പോൾ അതിന് ന്യായീകരണമായി അന്ന് LDF പറഞ്ഞത് പൊതുവെ ഉണ്ടായിരുന്ന ഒരു UDF തരംഗം, ശബരിമല വിഷയം, ഇതൊക്കെയാണ് എന്നുള്ളതാണ്. ഏതായാലും ഇക്കുറി അതൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആ ഇടത് കോട്ട ഇടതിനൊപ്പം തന്നെ നിൽക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുമ്പോൾ അടൂർ പ്രകാശ് സിറ്റിംഗ് MP, ഇവിടുത്തെ ഇപ്പോൾ ഈ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ദേശീയ ശ്രദ്ധ കൂടി നേടുന്ന മറ്റൊരു മണ്ഡലമാണ്. അതായത് കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് MPയും MLAയും മത്സരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എല്ലാ വിഷയങ്ങളും പ്രചാരണത്തിലുണ്ട് എന്നുള്ളതാണ്. ഇവിടെ രാഷ്ട്രീയം പറയാം, ഡിബേറ്റിനെത്തുമ്പോഴും ഇത് നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. പ്രാദേശിക വികസനം കൂടാതെ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ആ തരത്തിലേക്കൊരു ജനവിരുദ്ധ വികാരമുണ്ടോ എന്നൊക്കെയുള്ളത് കൃത്യമായി പ്രതിഫലിക്കാൻ പോകുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങലിന്റെ വികസനം. അതിൽ അടൂർ പ്രകാശ് എന്ത് ചെയ്തു, സിറ്റിംഗ് MP ഇവിടെ കാണാനില്ല എന്നൊക്കെയുള്ള ആ വിമർശനം ഇവിടെയുമുണ്ട്. പക്ഷെ അതിന് മറുപടി എന്ന തരത്തിലേക്ക് ഒരു വികസന രേഖ തയ്യാറാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് വരുമ്പോൾ ഈ ബൈപ്പാസ് ഒക്കെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി അതിൽ 3 മുന്നണികളും അവകാശവാദം ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനം ഇവിടെ ഹാഷ്മി, ഇവിടെ ഈഴവ വോട്ടുകൾ വളരെ പ്രധാനമാണ്. ആ വോട്ടുകൾ കൂടാതെ തീരദേശ മേഖലയാണ്. ഇതിന്റെ ഒരു ഭൂപ്രകൃതി പരിശോധിച്ചാൽ തന്നെ കടലും കായലും ഒക്കെയുണ്ട്, വനമേഖലയും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഒരു ഭൂപ്രകൃതി പോലെ തന്നെ വ്യത്യസ്തമാണ് ഇവിടുത്തെ രാഷ്ട്രീയ വിഷയങ്ങളും. രാഷ്ട്രീയമായ കടുത്ത പോരാട്ടം നടക്കാൻ പോകുന്ന ആറ്റിങ്ങലിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ്. വി മുരളീധരൻ എത്രയോ മാസങ്ങൾ തിരുവനന്തപുരത്ത് പറഞ്ഞ പോലെയാണ് ആറ്റിങ്ങലിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് വോട്ടെണ്ണൽ ആ ദിവസം മാത്രമാണ് അറിയാൻ കഴിയുക. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒരു പ്രവചനത്തിന് പിടിതരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. രാഷ്ട്രീയ ജ്യോതിഷികൾക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല തിരുവനന്തപുരം, ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.